ഞാനും എൻ്റെ മുത്തശ്ശനും നല്ല സുഹൃത്തുക്കളാണ്. എൻ്റെ മുത്തശ്ശൻ പുറത്തു പോകുമ്പോൾ വീട്ടിലെ കണ്ണാടികളെല്ലാം തുണി കൊണ്ട് മൂടിയിടും. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അപ്പൂപ്പന് വലിയൊരു വീടുണ്ടായിരുന്നു. അപ്പൂപ്പൻ കണ്ണാടി മൂടിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് കണ്ണാടിയാണെങ്കിലും അപ്പൂപ്പനത് മൂടിയിടും. എനിക്കറിയില്ല ഇത് ഡെക്കറേഷനാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന്. കുറച്ചുകൂടി പ്രായമായപ്പോൾ ഞാനും അമ്മയും അവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചു. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു. എനിക്ക് 15 വയസ്സായപ്പോൾ അപ്പൂപ്പൻ വിസിറ്റിനായി എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വീട്ടിലെ കണ്ണാടിയെല്ലാം തുണി കൊണ്ട് മൂടിയിടണമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടി കണ്ണാടിയെല്ലാം മൂടിയിട്ടു. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാണിങ്ങനെ കണ്ണാടിയൊക്കെ മൂടിയിടുന്നത്? അമ്മ എന്നോട് പറഞ്ഞു, അപ്പൂപ്പന് കണ്ണാടികൾ പേടിയാണ്. ഇതൊരു സാധാരണ കാര്യമല്ല, കാരണം ആരും ഈ കണ്ണാടിയൊന്നും മൂടിയിടാറില്ല. എന്തുകൊണ്ടാണ് അപ്പൂപ്പൻ ഈ കണ്ണാടിയെ ഭയക്കുന്നതെന്നും എന്നു മുതലാണ് ഈ പേടി തുടങ്ങിയതെന്നുമൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഡിന്നർ കഴിഞ്ഞ് ഞാനും അപ്പൂപ്പനും ലിവിങ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൂപ്പൻ എന്തിനാ ഈ കണ്ണാടിയെ പേടിക്കുന്നത്? അപ്പൂപ്പൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനത് നിന്നോട് പറയില്ല. അത് നിന്നോട് പറഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം അതത്ര നല്ല കഥയൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിൻ്റെ അമ്മൂമ്മയെ ഓർമ്മ വരും. ഇപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. അപ്പൂപ്പൻ അത്രയും പറഞ്ഞപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ പിന്നെയും ചോദിച്ചു, അപ്പൂപ്പ എനിക്ക് 15 വയസ്സായി, എനിക്ക് ആ കഥ കേട്ടാൽ കുഴപ്പമില്ല, എന്നാൽ പറയാമെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അപ്പൂപ്പൻ എന്നോട് കഥ പറഞ്ഞു തുടങ്ങി. അന്ന് നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ പ്രായമായിരുന്നു. ഞങ്ങൾക്ക് ഒരു കണ്ണാടി കിട്ടി. അപ്പൂപ്പൻ ഈ കണ്ണാടി കിട്ടിയെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അമ്മ മുറിയിലേക്ക് കയറി വന്നു. ദേഷ്യത്തോടെ അപ്പൂപ്പനെ നോക്കി. അമ്മയുടെ കയ്യിൽ 2 ഐസ്ക്രീം ബോൾ ഉണ്ടായിരുന്നു. അതവിടെ വെച്ചിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ആ കഥയാണോ ഇവനോട് പറയാൻ പോകുന്നത്? അച്ഛൻ എന്തായി പറയുന്നത്? ഇവൻ ചെറിയ കുട്ടിയല്ലേ, ഇതൊന്നും ഇവൻ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നോട് ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞു. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പ ഞാൻ അമ്മയോട് പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പൂപ്പനോട് വീണ്ടും ആ കഥ ചോദിച്ചു. പക്ഷേ എന്തേലും ചോദിച്ചിട്ടും അപ്പൂപ്പൻ ആ കഥ പറഞ്ഞില്ല. അപ്പൂപ്പനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഞാൻ ആ കഥ ചോദിക്കും. അമ്മയോട് 3 വർഷത്തിനിടയിൽ ഞാൻ പലതവണ ഈ കഥ ചോദിക്കുമ്പോഴെല്ലാം പറയില്ല എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയായി. കുറേ തവണ ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ അമ്മൂമ്മ നമ്മളെ വിട്ടു പോയതുമായി ബന്ധമുള്ളതാണ് കണ്ണാടിയും സംഭവങ്ങളും എല്ലാമെന്ന്. അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മൂമ്മയെ ഓർക്കുമെന്നാണ് അപ്പൂപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൂപ്പനും പറഞ്ഞത്. എൻ്റെ അമ്മൂമ്മയെ ഞാൻ കണ്ടിട്ടില്ല. പണ്ടെന്തോ സംഭവിച്ചതിൻ്റെ ട്രോമയായിരിക്കും അമ്മയ്ക്കും അപ്പൂപ്പനുമെന്ന് എനിക്ക് തോന്നി. അത് ചോദിക്കേണ്ട, അവർക്ക് വിഷമമാകുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇതൊക്കെ നടന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്. എനിക്കിപ്പോൾ അത്യാവശ്യം പ്രായമുണ്ട്. ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട്. കണ്ണാടി മൂടിയിടുന്നതുമൊക്കെ ഞാൻ മറന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ ആ കാര്യം കുറേ നാൾ കൂടി അതിനെപ്പറ്റി ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച അപ്പൂപ്പൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അപ്പൂപ്പനെ കണ്ടിട്ട് 1-2 കൊല്ലമായി. അപ്പൂപ്പൻ എന്നെ വിളിച്ചിരുന്നു. അപ്പൂപ്പന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് മൂലം ആശുപത്രിയിലായിരുന്നു. ഡിസ്ചാർജായി എന്നും പറഞ്ഞു. ഞാനാണെങ്കിൽ ഇപ്പോൾ നാട്ടിലുമല്ല, വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പൂപ്പനെ ഒന്ന് പോയി കണ്ടേക്കാമെന്ന്. എന്നിട്ട് അപ്പൂപ്പനോട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് അപ്പൂപ്പനെ കാണണമെന്നും പറഞ്ഞു. വന്നോളാൻ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓഫീസിൽ പോയി ലീവിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് തിരിച്ചു. രാവിലെ ആയപ്പോഴേക്കും ഞാൻ നാട്ടിലെത്തി. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു ക്യാബ് എടുത്ത് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാവിലെ ഞാൻ അപ്പൂപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കണ്ണാടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നത്. വീട്ടിൽ കയറിയപ്പോഴാണ് കണ്ണാടിയെല്ലാം മൂടിയിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഇത് കണ്ടപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി തിരിച്ചു വന്നു. പക്ഷേ അപ്പൂപ്പനോട് അത് ചോദിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം അപ്പൂപ്പന് വയസ്സായി. കൂടാതെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. വയസ്സായതുകൊണ്ട് അപ്പൂപ്പന് മരണത്തെക്കുറിച്ച് ഓർത്ത് പേടിയുണ്ടായിരിക്കും. ഇതുകൊണ്ടെല്ലാം അപ്പൂപ്പനോടൊന്നും ചോദിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നീ എന്ത് ഈ ആലോചിക്കുന്നതെന്ന് അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു. ഒന്നുമല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു. നീ കണ്ണാടിയുടെ കാര്യമാണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ കയറി കണ്ണാടിയുടെ മുമ്പിൽ കുറേ നേരം നോക്കി നിന്നത് അപ്പൂപ്പൻ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞത്. ഇതുവരെ ഞാൻ ആ കണ്ണാടിയുടെ കഥ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അപ്പൂപ്പൻ അതൊന്നും പറയണ്ട, ഞാൻ അപ്പൂപ്പനെ കാണാൻ വന്നതല്ലേ, അസുഖമൊക്കെ കുറഞ്ഞോ?
നമുക്ക് വേറെ വല്ല കാര്യവും പറയാമെന്ന് അപ്പൂപ്പനോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഓഫീസിലെയും മറ്റു ചില കാര്യങ്ങളുമൊക്കെ അപ്പൂപ്പനോട് സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചിരുന്നപ്പോൾ പിന്നീട് ടോപ്പിക്കൊന്നും കിട്ടാതെ വന്നു. അല്പനേരം നിശബ്ദതയ്ക്ക് ശേഷം അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, ആ കണ്ണാടിയുടെ കാര്യം അറിയാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്നോട് ആ കഥ പറയാം. ഇനി അധികകാലമൊന്നും ഈ അപ്പൂപ്പൻ ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൂപ്പ, കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ചുമ്മാ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? എടാ, എനിക്ക് 89 വയസ്സായി. ഇനി എത്ര നാളെന്ന് വെച്ചാണ് ഇങ്ങനെ പോകുന്നത്? 89 വയസ്സായെന്ന് അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ തിരിച്ച് മറുപടി പറയാൻ എനിക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല. അങ്ങനെ അപ്പൂപ്പൻ ആ കണ്ണാടിക്കഥ പറയാൻ തുടങ്ങി. ഞാനും നിൻ്റെ അമ്മൂമ്മയും കൂടി പുതിയൊരു വീട് വാങ്ങിച്ചു. ഞങ്ങളുടെ ആദ്യത്തെ വീടായിരുന്നു അത്. നിൻ്റെ അമ്മയ്ക്ക് ആ സമയം 6 വയസ്സേ ഉള്ളൂ. 6 വയസ്സെന്ന് പറയുമ്പോൾ വളർന്നു വരുന്നൊരു കൊച്ചല്ലേ. അതുകൊണ്ട് അവൾക്കൊരു സ്വന്തമായി മുറിയൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ മുറിയുള്ള ഒരു വലിയ വീട്ടിലേക്ക് മാറിയത്. അതൊരു പഴയ വീടായിരുന്നു. സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയായിരുന്നു ആ വീട്. അവിടെ നിന്ന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല. വലിയ വീടായതുകൊണ്ട് തിക്കും തിരക്കും ഒന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ വേണമെന്ന തീരുമാനത്തിലായിരുന്നു ഞാനും നിൻ്റെ അമ്മൂമ്മയും. പിന്നെ സ്വന്തമായ ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതുകൊണ്ടാണ് അന്ന് വലിയൊരു വീട് മേടിച്ചത്. അതൊരു പോഷ് വീടായിരുന്നില്ല, അതൊരു പഴയ വീടായിരുന്നു. പക്ഷെ ഞാനും നിൻ്റെ അമ്മൂമ്മയും കൂടി ആ വീട് ശരിയാക്കിയെടുത്തു. പെയിൻ്റ് അടിച്ച് അകത്തും പുറത്തും. വീട്ടിലെ പഴയ ലൈറ്റും വയറിങ്ങും ഒക്കെ മാറി. പഴയ സോഫ മാറ്റിയിട്ട് പുതിയ സോഫയാക്കി. പ്ലംബിങ്ങും കാര്യങ്ങളുമെല്ലാം ശരിയാക്കി. ഈ വീടിന് ഒരു ബേസ്മെൻ്റ് ഉണ്ടായിരുന്നു. നിൻ്റെ അമ്മൂമ്മ പറഞ്ഞത് ബേസ്മെൻറ്റ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാക്കി മാറ്റാമെന്നാണ്. ബേസ്മെൻറ്റിൽ പഴയ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് പണിത വീടായതുകൊണ്ട് ബേസ്മെൻറ്റിലെ പഴയ വസ്തുക്കളൊക്കെ മാറ്റിയപ്പോഴാണ് അതിൻ്റെ അടിയിലോട്ടും ഒരു മുറിയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ മുറി ഞങ്ങൾ ക്ലീൻ ചെയ്തു. അതിനകത്തുണ്ടായിരുന്ന പഴയ തുണികളും വസ്തുക്കളുമെല്ലാം കുറേ ഞങ്ങൾ കത്തിക്കുകയും ബാക്കി ആക്രിയായി കൊടുക്കുകയും ചെയ്തു. ആ മുറിയിൽ നിന്ന് പഴയ വസ്തുക്കളെല്ലാം എടുത്തു മാറ്റിയപ്പോഴാണ് അവിടെ നിന്നാണ് ഞങ്ങൾക്കൊരു പുരാതനമായ കണ്ണാടി കിട്ടിയത്. അത് സ്റ്റാൻഡുള്ള ഒരു കണ്ണാടിയായിരുന്നു. അതെന്തോ തുണി കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. ആ വീടിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു ആ കണ്ണാടിക്ക്. കൊത്തുപണികളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള കണ്ണാടിയായിരുന്നു അത്. ഇത് പുറത്ത് ഏതെങ്കിലും പഴയ ആൻറ്റിക് ഷോപ്പിൽ കൊടുത്താൽ പൈസ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, വേണ്ട, തൽക്കാലം നമുക്കിവിടെ വെക്കാം. നല്ല ഐശ്വര്യമുള്ള കണ്ണാടിയാണ്. എന്തിനാ വെറുതെ ഇത് വിറ്റ് പൈസയാക്കുന്നത്? നിൻ്റെ അമ്മൂമ്മ പറഞ്ഞതുകൊണ്ട് ഞാനത് വിൽക്കാൻ മുതിർന്നില്ല. എന്നാൽ പിന്നീടാണ് ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ പ്രത്യേക രീതിയിലാണ് കാണുന്നത്. അതായത് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ റിഫ്ലക്ഷൻ സ്ട്രെച്ചായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ആണ് കാണുന്നത്. റിഫ്ലക്ഷൻ ശരിയായ രീതിയിൽ കാണിക്കാറില്ല. നിൻ്റെ അമ്മൂമ്മയുടെ കൂട്ടുകാരികൾ വീട്ടിൽ വന്നപ്പോൾ ഈ കണ്ണാടി ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഒരു കൂട്ടുകാരി ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ പുള്ളിക്കാരിയുടെ മുഖം കാണുന്നില്ല. വളരെ വികൃതമായൊരു റിഫ്ലക്ഷനാണ് അതിൽ കണ്ടത്. പക്ഷേ ഞങ്ങളെല്ലാവരും അത് തമാശയ്ക്കാണ് എടുത്തത്. വീക്കെൻഡിൽ എൻ്റെ സുഹൃത്തുക്കളും അവരുടെ ഭാര്യമാരുമൊക്കെ വരാറുണ്ട്. ഞങ്ങൾ മദ്യപാനമൊക്കെ തുടങ്ങുമ്പോൾ ബേസ്മെൻറ്റിലാണ് കുക്കിങ്ങും മറ്റ് പരിപാടികളുമൊക്കെ സെറ്റ് ചെയ്യുന്നത്. വൈനൊക്കെ കുടിച്ച് കണ്ണാടിക്ക് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നല്ല രസമാണ്. കാരണം ഒരാൾ നീണ്ടും ഒരാൾ ചുങ്ങിയും മറ്റൊരാൾക്ക് കൈയില്ല, ഒരാൾക്ക് മുഖമില്ല. അങ്ങനെയൊക്കെയാണ് കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അല്പം വിചിത്രമാണെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പൂപ്പൻ്റെ മുഖഭാവം മാറി. അത് സീരിയസായി. ഒരു പകർച്ചപ്പനി വരുന്നത് പോലെ ആ കണ്ണാടിയുടെ പ്രശ്നം വീട്ടിലെ മറ്റ് കണ്ണാടിക്ക് വന്നു തുടങ്ങി. മറ്റുള്ള കണ്ണാടികളിൽ നോക്കുമ്പോൾ നീട്ടം കൂടി പൊക്കം കുറഞ്ഞൊക്കെ കാണാൻ തുടങ്ങി. ബാത്റൂമിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ മുടിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ജോലിക്ക് പോയി കാറിലെ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ മുടി നന്നായി ഈരിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോയപ്പോൾ എന്നെപ്പോലെ തന്നെയുള്ള ഒരാൾ പുറകിൽ നിൽക്കുന്നത് ഞാൻ കണ്ണാടിയിൽ കണ്ടു. ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാകാറില്ല, ജോലിക്ക് പോകും. പക്ഷേ നിൻ്റെ അമ്മൂമ്മ ഹൗസ് വൈഫ് ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും കാണും. അവൾക്ക് ഈ കണ്ണാടി വലിയൊരു പ്രശ്നമായിരുന്നു. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വണ്ണം കൂടിയെന്ന് അമ്മൂമ്മ എന്നോട് പറഞ്ഞു. പിന്നെ മുടി ഒത്തിരി കൊഴിയുന്നുണ്ടെന്നും പറഞ്ഞു. ഒത്തിരി വയസ്സായെന്ന് തോന്നുന്നുവെന്ന് അമ്മൂമ്മ പറഞ്ഞു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അത് കണ്ട് ഞാൻ നിൻ്റെ അമ്മൂമ്മയോട് പറഞ്ഞു, നിനക്കൊരു കുഴപ്പവുമില്ല, ഭംഗിയായി തന്നെയാണല്ലോ ഇരിക്കുന്നത്. നീ പറയുന്ന പോലെ ഒരു പ്രശ്നവും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ രൂപം ഈ കണ്ണാടിയിൽ കൂടെ മാത്രമല്ലേ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളെൻ്റെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ചു. എന്നിട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവൾ പേടിച്ച് പറിച്ച് നിൽക്കുകയായിരുന്നു. എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു.
താഴത്തെ കണ്ണാടിയുടെ അടുത്തേക്ക് പോയപ്പോൾ അതിനകത്തു നിന്ന് ആരോ എന്നെ അകത്തോട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇവൾ ഇതുവരെ ഈ കണ്ണാടി കേസ് വിട്ടില്ലേ എന്ന് ഞാൻ ഓർത്തു. ഇതെല്ലാം വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ച് ഞാനതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഈ സമയത്താണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. വീട്ടിൽ ചുമ്മാതിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതെല്ലാം. അതുകൊണ്ട് നിൻ്റെ അമ്മൂമ്മയൊന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളുടെ അയൽവാസിക്ക് 20 വയസ്സുള്ള ഒരു മോളുണ്ട്. നിൻ്റെ അമ്മയെ ആ കുട്ടിയുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് പുതുതായി തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഡിന്നറിന് പോകാമെന്ന് വിചാരിച്ചു. അവിടെയും കണ്ണാടികളുണ്ട്. അതിൽ നോക്കിയപ്പോൾ നിൻ്റെ അമ്മൂമ്മ കരയാൻ തുടങ്ങി. പണി പാളി, ഇത് പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചു. കരഞ്ഞുകൊണ്ട് നിൻ്റെ അമ്മൂമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു. കാരണം പുറത്തെ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന്. ഞാൻ എന്നെ ഇങ്ങനെ കണ്ടിട്ട് കുറേ കാലമായി എന്ന് നിൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു. നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലാതെ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ആനിവേഴ്സറി ആയതുകൊണ്ട് അന്ന് നല്ല ദിവസമായിരുന്നു. അവളും ഞാനും നല്ല സന്തോഷത്തിലായിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പൂപ്പ, ഈ കഥ മുഴുവൻ പറയണോ? അപ്പൂപ്പന് ഇത് വളരെ വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് അത് പറയണ്ട. അല്ല, നീ ഇതറിയണം. എനിക്കിനി എത്ര നാളുണ്ടെന്നറിയില്ല. അതുകൊണ്ട് നീ ഇത് അറിഞ്ഞേ പറ്റൂ. അപ്പൂപ്പൻ കണ്ണുനീര് തുടച്ചിട്ട് പിന്നെയും പറയാൻ തുടങ്ങി. ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെത്തിയപ്പോൾ നിൻ്റെ അമ്മയെ നോക്കാൻ ഏൽപ്പിച്ച അയൽവാസിയുടെ മകൾ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവ പറഞ്ഞത് നിൻ്റെ അമ്മയും ആ കൊച്ചും കൂടി ഒളിച്ച് കളിക്കുകയായിരുന്നു. 1 മണിക്കൂറായിട്ട് നിൻ്റെ അമ്മയെ ഈ വീട് മുഴുവൻ പുള്ളിക്കാരത്തി തപ്പുകയായിരുന്നു. എവിടെയാണ് നിൻ്റെ അമ്മ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഒളിച്ചുകളി പണ്ട് മുതലുള്ളതാണ്. പിള്ളേരെ അലമാരിക്കകത്ത് കയറി ഒളിക്കുമ്പോൾ ലോക്കായി പോകുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അതുപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ 3 പേരും വീട് മുഴുവൻ തിരഞ്ഞ് നിൻ്റെ അമ്മയുടെ പേര് വിളിക്കാൻ തുടങ്ങി. നിൻ്റെ അമ്മൂമ്മയാണ് കണ്ണാടിയുള്ള ബേസ്മെൻറ്റിലേക്ക് പോയത്. നിൻ്റെ അമ്മയുടെ മുറിയിൽ ഞാൻ നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നിൻ്റെ അമ്മൂമ്മയെ കാണാത്തത് കൊണ്ട് ഞാൻ ബേസ്മെൻറ്റിലേക്ക് പോയി. ബേസ്മെൻറ്റിലേക്ക് പോയപ്പോൾ നിൻ്റെ അമ്മൂമ്മ കരഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ നോക്കി എന്തോ പറയുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ പറയുന്നത് എൻ്റെ മകളെ തിരിച്ചതാ, പകരം എന്നെ എടുത്തോ എന്നാണ്. അവൾ കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് എടോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അവൾ ഈ കണ്ണാടിക്കുള്ളിലുണ്ട്. അവളെ എനിക്ക് തിരിച്ചതാ, എൻ്റെ മോളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ ഇവളെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ബേബി സിറ്റർ അലർന്ന് കേട്ടത്. ഞാൻ ഞെട്ടിപ്പോയി. ബേബി സിറ്റർ പറഞ്ഞത് നിൻ്റെ അമ്മയെ അവളുടെ മുറിയുടെ ബെഡിൻ്റെ അടിയിൽ ഒരു സൈഡിലായി ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചുവെന്ന്. ഞാൻ ആലോചിച്ചു, ഞാൻ ബെഡിൻ്റെ അടിയിൽ നോക്കിയതാണല്ലോ, പക്ഷേ അവളെ നേരം കണ്ടില്ലല്ലോ. പിന്നീട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് നിങ്ങളെ ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വേറെ സ്ഥലത്ത് പോയി ഒളിക്കുകയായിരുന്നുവെന്ന്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. കാരണം നിൻ്റെ അമ്മൂമ്മ അവിടെ കിടന്ന് കരയുന്നു. നിൻ്റെ അമ്മയ്ക്ക് 10 വയസ്സുണ്ട്. ഒരു 10 വയസ്സുള്ള കുട്ടി കാണിക്കേണ്ട പരിപാടിയാണോ ഈ കാണിക്കുന്നത്? ആരെങ്കിലും വിളിക്കുമ്പോൾ ഒളിച്ചും പാത്തും ഇരിക്കുന്നത് നല്ല കാര്യമാണോ? ദേഷ്യം വന്നിട്ട് ഞാൻ നിൻ്റെ അമ്മയെ കുറേ വഴക്ക് പറഞ്ഞു. നിൻ്റെ അമ്മൂമ്മയും കൂട്ടി ഞാൻ നിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് ഞങ്ങളെ പേടിപ്പിച്ച് ശരിയായില്ല, ഞങ്ങൾ എത്ര പേടിച്ചെന്നറിയാമോ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ഞങ്ങൾ വഴക്ക് പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മ കരയാൻ തുടങ്ങി. ഈ പ്രശ്നം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ സീരിയസ് ആയത്. കാരണം അന്നത്തെ രാത്രി കഴിഞ്ഞ് നിൻ്റെ അമ്മൂമ്മയ്ക്ക് ഉറപ്പായിരുന്നു നിൻ്റെ അമ്മ അവളുടെ യഥാർത്ഥ മകളല്ല എന്ന്. നിൻ്റെ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും അത് നമ്മുടെ മോളല്ല. കാരണം നമ്മുടെ മകൾ വലത്തെ കൈകൊണ്ടല്ല എഴുതിക്കൊണ്ടിരുന്നത്, അവൾ ഇടത്തെ കൈകൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതുമല്ല, പണ്ട് വീണപ്പോൾ അവളുടെ ഇടത്തെ കാലിൽ മുറിവ് വന്നിട്ടില്ലായിരുന്നോ? അതിപ്പോൾ വലത്തെ കാലിലായി. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം അതല്ലായിരുന്നു. നിൻ്റെ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ബേസ്മെൻറ്റിൽ പോകുമ്പോൾ യഥാർത്ഥ മകളെ കണ്ണാടിയിൽ കാണുമെന്ന് എന്നോട് പറഞ്ഞു. ഇത് നമ്മുടെ മകളല്ല, ഇത് വേറെ ആരോ ആണെന്ന് അമ്മൂമ്മ എന്നോട് പറയും. ഇതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. നമുക്ക് ഡോക്ടറെ പോയി കാണാമെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ നിൻ്റെ മുത്തശ്ശി സമ്മതിച്ചിരുന്നില്ല. അതിനുശേഷം ബേസ്മെൻറ്റിലെ മിററിൻ്റെ കാര്യം നിൻ്റെ അമ്മൂമ്മ എന്നോട് സംസാരിക്കാതെയായി. കാരണം ഞാനത് കാര്യമാക്കി എടുത്തില്ല എന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒറ്റയ്ക്കത് ഡീൽ ചെയ്യാമെന്ന് അവൾ കരുതിയിട്ടുണ്ടാവും. അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീടിനകത്ത് ആരോ ശക്തിയായി വാതിൽ മുട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. ആരാ ഈ സമയത്ത് മുട്ടുന്നതെന്ന് അറിയാനായി ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. എൻ്റെ മകളുടെ മുറിയുടെ ഭാഗത്തു നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. എന്താണ് സംഭവം, ആരാണ് മുട്ടുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ നിൻ്റെ അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നിൻ്റെ അമ്മൂമ്മ വാതിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മയുടെ കയ്യിലൊരു കിച്ചൺ നൈഫുണ്ട്. എൻ്റെ മോളെ തിരിച്ചു തടാ, എൻ്റെ മോളെവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ബഹളം.
അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എടി, നീ എന്താണ് ഈ കാണിക്കുന്നത്? ആ കത്തി താഴെയിട്. നീ എന്താ ഈ കാണിക്കുന്നത്? എന്നിട്ട് ഞാൻ നിൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. ഇത് നമ്മുടെ മോളല്ല, ഇത് എൻ്റെ മകളല്ല. നമ്മുടെ മോളെ എനിക്കറിയാം. താഴത്തെ കണ്ണാടിയിൽ ഞാൻ എൻ്റെ മോളെ കണ്ടു. ഇത് വേറെ എന്തോ ആണ്, ഇത് വേറെന്തോ സാധനമാണ്. എനിക്കിതിനെ കൊല്ലണമെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കത്തി വാങ്ങാൻ നോക്കിയിട്ടും അവൾ കത്തി തരുന്നില്ല. വീണ്ടും ഞാൻ സംസാരിക്കാൻ നോക്കി, പക്ഷേ അവൾ തയ്യാറാകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അവൾ കത്തിയെടുത്ത് എൻ്റെ നേർക്കാഞ്ഞു. ആഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ അവൾ പറയാൻ തുടങ്ങി, നിങ്ങളെൻ്റെ ഭർത്താവല്ല, നിങ്ങൾ വേറെ ആരോ ആണ്. എൻ്റെ ഭർത്താവിനെയും മോളെയും അവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങി. ഞാൻ കത്തി മാറ്റി. അവളുടെ രണ്ട് കൈക്കും പിടിച്ച് താഴെ സോഫയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. അടുത്തായി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ഭയങ്കര വിഷമമുള്ളതായിരുന്നു. ഞാൻ പോലീസിനെ വിളിച്ചു, ഇവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പോലീസിനെ വിളിച്ചപ്പോൾ അവളുടെ മുഖത്തെ ഭാവമൊക്കെ മാറി. ഇപ്പോൾ കരയുമെന്ന രീതിയിലായി. ആ മുഖഭാവം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അവൾ പെട്ടെന്ന് ബേസ്മെൻറ്റിൻ്റെ അങ്ങോട്ട് ഓടി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ ബേസ്മെൻറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് പോയി നിന്നു. പോലീസുകാരെ വിളിച്ചിട്ട് കുറേ നേരമായി. അവർ വരുന്നത് വരെ അവിടെ നോക്കി നിന്നു. പോലീസുകാർ അകത്തേക്ക് വന്നപ്പോഴും ഞാൻ ബേസ്മെൻറ്റ് ഡോറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയപ്പോൾ നിൻ്റെ അമ്മൂമ്മയെ കാണുന്നില്ല. ഏതാണ്ട് അപ്രത്യക്ഷമായതുപോലെ. ബേസ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വേറെ വഴിയൊന്നുമില്ല. പോലീസുകാർ വന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഞാൻ ഉണ്ടായ കാര്യമെല്ലാം പോലീസിനോട് പറഞ്ഞു. പോലീസുകാർ എന്നോട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വല്ല മാനസിക രോഗമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. ഞാനും മോളും അവളുടെ ഭർത്താവും മോളും അല്ലെന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യ എവിടെയെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, എങ്ങോട്ടോ ഓടിപ്പോയി, ഇപ്പോൾ അവളെ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പോലീസുകാർ സെർച്ച് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വഴക്കുണ്ടാക്കി കഴിഞ്ഞ് പുള്ളിക്കാരി ബേസ്മെൻറ്റിലോട്ടായിരിക്കില്ലേ പോയത്? ചിലപ്പോൾ അടുക്കളയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിക്കാണും. പോലീസുകാർ അത് പറഞ്ഞപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാനപ്പോൾ ഫുൾ ടെൻഷനിലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് മാറിപ്പോയതായിരിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് വീടും പരിസരവുമെല്ലാം പോലീസുകാർ സെർച്ച് ചെയ്തു. പക്ഷേ അവളെ മാത്രം കണ്ടുകിട്ടിയില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. എന്നിട്ടും അവളെ കാണുന്നില്ല. ഇന്ന് വരെയും കണ്ടുപിടിച്ചിട്ടുമില്ല. മോൾക്കാണെങ്കിൽ അമ്മയെ കാണാതെ നല്ല വിഷമമുണ്ട്. എനിക്കും വിഷമമുണ്ട്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ എൻ്റെ ഭാര്യയെ കണ്ണാടിയിൽ കൂടി കണ്ടു തുടങ്ങി. ഒരു ദിവസം എന്തോ തപ്പാൻ വേണ്ടി ബേസ്മെൻറ്റിലേക്ക് പോയപ്പോഴാണ് എൻ്റെ അമ്മൂമ്മയെ ഞാൻ കണ്ണാടിയിൽ കാണുന്നത്. അതെൻ്റെ മനസ്സിനെ പറ്റിക്കുന്നതാണെന്ന് ഞാൻ ചിന്തിച്ചു. ഡിപ്രഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അങ്ങനെയല്ല. ആദ്യം ഞാൻ ബേസ്മെൻറ്റിലെ ആ പഴയ മിററിലാണ് കണ്ടത്. പിന്നെ മുകളിലത്തെ ക്യാബിനറ്റ് മിററിലും കണ്ടു. ഈ വീട്ടിൽ നിന്നും മാറിയെത്തിയിരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനും എൻ്റെ മോളും ആ വീട് മാറി. എന്നിട്ട് കുറേ നാൾ വേറെ വീട്ടിലാണ് താമസിച്ചത്. കുറച്ച് നാളത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് ആ വീട്ടിലെ കണ്ണാടികളിലും നിൻ്റെ അമ്മൂമ്മയെ ഞാൻ കാണാൻ തുടങ്ങി. ആദ്യമൊരു കണ്ണാടിയിൽ അവളെ കണ്ടതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അതത്ര വ്യക്തമായിരുന്നില്ല. പിന്നെ ജോലിക്ക് പോകുന്ന സ്ഥലത്തെ കണ്ണാടികളിലും നിൻ്റെ അമ്മൂമ്മയെ ഞാൻ കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണാടികളെല്ലാം മൂടിയിരുന്നത്. എനിക്ക് മനസ്സമാധാനമില്ല. നിൻ്റെ അമ്മൂമ്മയെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അന്ന് തൊട്ടാണ് ഞാൻ ഈ കണ്ണാടികൾ മൂടിയിടാൻ തുടങ്ങിയത്. അപ്പൂപ്പൻ കഥ പറഞ്ഞു തീർത്തു. ഇതെല്ലാം ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. അമ്മൂമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അപ്പൂപ്പനോട് ചോദിച്ചു, അമ്മൂമ്മയെ വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ എന്ന്. ഈ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് അപ്പൂപ്പൻ എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ഞാനീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? എൻ്റെ തലയ്ക്ക് വട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വാ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് ചെന്ന് അതിൻ്റെ മുന്നിലെ തുണി മാറ്റി. ഞാൻ ഈ സമയം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് കണ്ണാടിയിലുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൂപ്പൻ കണ്ണാടിയുടെ അടുത്ത് ഒരു സ്റ്റാച്ചു പോലെ നിൽപ്പുണ്ട്. ഞാൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയുടെ അടുത്തേക്ക് പോയി. ഞാനപ്പോൾ വിറച്ചു പോയി. പ്രായമായൊരു സ്ത്രീ എൻ്റെ അപ്പൂപ്പൻ്റെ റിഫ്ലക്ഷന് പുറകിലായി നിൽക്കുന്നു. എൻ്റെ പുറകിൽ ആരുമില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് പേടി വന്നു. എൻ്റെ അമ്മൂമ്മയുടെ റിഫ്ലക്ഷനാണ് കണ്ണാടിക്കകത്തുള്ളത്. എനിക്ക് തലയ്ക്ക് വല്ല ഓളവും വന്നോ എന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ മനസ്സ് തകരുന്നത് പോലെ. എനിക്ക് പേടിയാവുന്നു എന്ന് മനസ്സിലായപ്പോൾ അപ്പൂപ്പൻ തുണിയെടുത്ത് കണ്ണാടി മൂടി. നീ കണ്ടല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. നീ പറ, എൻ്റെ തലയ്ക്ക് വല്ല പ്രശ്നവുമുണ്ടോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൂപ്പ, ഇതെന്താണ്? ഇതാണ് കൊല്ലങ്ങളായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ അമ്മൂമ്മ പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ആ വീട്ടിലെ കണ്ണാടി അതൊരു പ്രശ്നമായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കണ്ണാടിയെപ്പറ്റി എപ്പോഴും നിൻ്റെ അമ്മൂമ്മ പറയുമായിരുന്നു. എനിക്ക് പേടിയായതുകൊണ്ട് ആ കണ്ണാടി തപ്പി ഞാൻ തിരിച്ചു പോയിട്ടില്ല. കാരണം നിൻ്റെ അമ്മയുണ്ട്.
അമ്മമ്മ നിൻ്റെ അമ്മയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ പോയതല്ലേ. അത് കഴിഞ്ഞ് നിൻ്റെ അമ്മയെ വളർത്തിയത് ഞാനാണ്. അതുകൊണ്ട് കണ്ണാടിയും കോപ്പും ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അന്ന് നിൻ്റെ അമ്മവും പറഞ്ഞതൊന്നും കേൾക്കാത്തതിൽ എനിക്കിപ്പോൾ കുറ്റബോധവുമുണ്ട്. ഇന്ന് അപ്പൂപ്പനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. ചെക്കപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 2-3 ദിവസം ആശുപത്രിയിലായിരിക്കുമെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. ഇത് കേട്ട് ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടാകും. ഞാൻ ലീവ് എടുത്തോളാം. നീ ലീവൊന്നും എടുക്കണ്ട മോനെ. അല്ല അപ്പൂപ്പ, അങ്ങനെയല്ല. എനിക്ക് ഏതായാലും അപ്പൂപ്പൻ്റെ കൂടെ 2-3 ദിവസം നിൽക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആശുപത്രിയിലേക്ക് വരാം. ആശുപത്രിയുടെ അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്. ഞാൻ അവിടെ ഒരു റൂം എടുക്കാം. രാവിലെ അപ്പൂപ്പനെ കാണാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഞാൻ ആശുപത്രിയിലേക്ക് വരാം. ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചിട്ട് വൈകിട്ടായപ്പോൾ അപ്പൂപ്പൻ ആശുപത്രിയിലേക്ക് പോയി. ഞാനും കൂടെ പോയി. അപ്പൂപ്പനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. എന്തൊക്കെയോ ചെക്കപ്പൊക്കെ ഉണ്ട്. 2-3 ദിവസം ആശുപത്രിയിൽ കിടക്കണം. ഞാൻ ആശുപത്രിയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ അപ്പുറത്തായി ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അപ്പൂപ്പനെ ആശുപത്രിയിലാക്കിയതിന് ശേഷം വൈകിട്ട് ഞാൻ മുറിയിലേക്ക് തിരിച്ചു വന്നു. റൂമിൽ വന്ന് കയറിയപ്പോഴാണ് അമ്മ എന്നെ ഫോൺ വിളിച്ചത്. അമ്മ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൂപ്പൻ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൂപ്പൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നത്? ഇറങ്ങുമ്പോൾ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്? അപ്പൂപ്പനും മോനും എന്തോ വലിയ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നോ? എനിക്ക് അതിന് കറക്റ്റായി ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഹോട്ടലിൽ കണ്ണാടിയുണ്ട്. ഫോണും പിടിച്ച് അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ കണ്ണാടിയിലേക്ക് നോക്കി. കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ റിഫ്ലക്ഷൻ കണ്ടു. അമ്മയുടെ മുഖം കണ്ണാടിക്കപ്പുറത്ത് നിൽക്കുന്നു. ഇത് കണ്ട് ഞാൻ ഉമ്മിനീര് പോലും ഇറക്കാൻ പറ്റാതെ പേടിച്ചു പോയി. ഈ സമയം അമ്മ ഫോണിൽ കൂടി എന്തോ പറയുന്നുണ്ട്. പക്ഷേ കണ്ണാടിയിൽ അമ്മയുടെ റിഫ്ലക്ഷനുണ്ട്. ഹലോ ഹലോ എന്ന് കേട്ടു. എന്തു പറ്റി, കേൾക്കാമോ? എന്താ പറ്റിയെന്ന് അമ്മ ചോദിച്ചു. ഒന്നുമല്ല, ഞാൻ ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ. ഓഫീസിൽ നിന്ന് ആരോ വിളിക്കുന്നുണ്ട്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ കണ്ണാടിയിലേക്ക് പിന്നെ നോക്കിയില്ല. കാരണം എൻ്റെ അമ്മയെ തന്നെയാണ് ഞാൻ കണ്ണാടിയിൽ കാണുന്നത്. ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി. ബെഡ്ഷീറ്റിന് അപ്പുറത്തായി ഒരു ടർക്കി കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് കണ്ണാടിയുടെ പുറത്തേക്കിട്ട് കണ്ണാടി മൂടി.